പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4 ജൂലൈ 15 മാർ ഇവാനിയോസ് ദിനം. മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തോടെ, മരണത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച ദിനം. ഈ മരണത്തിലൂടെ വീണ്ടും ഒരുപാട് പേർ കത്തോലിക്ക സഭയുടെ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും എത്തുന്നുണ്ട് എന്ന സന്തോഷം ലോകത്തെ അറിയിക്കുന്ന ദിനം. മാർ ഇവാനിയോസിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹമുള്ളത് അഗ്നിനാവുകളുടെ പ്രവാചകൻ എന്നാണ്. അഗ്നിനാവുകൾ കിട്ടിയിട്ടുള്ള പ്രവാചകന്മാരെക്കുറിച്ച് ചെറിയ ഒരു വിചിന്തനം നടത്തുന്നത് ഇത്തരുണത്തിൽ നല്ലതാണ് എന്ന് ചിന്തിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും, പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാത്തവർ ഒക്കുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെടുന്നവർ വിട്ടേക്കുക. കാരണം പുഞ്ചിരിക്കുന്ന മനസ്സിനകത്ത് ഉള്ളിൽ തട്ടിയ ചില സമാധാനങ്ങളുണ്ട്. അതുകൊണ്ട് മാർ ഇവാനിയോസ് പിതാവിനെ ഓർക്കുമ്പോൾ ഒരുപാട് പ്രവാചകന്മാരുടെയും ഒരുപാട് ധീര നേതാക്കളുടെയും പേരുകൾ നമ്മുടെ മനസ്സിൽ വരും. ആ മനസ്സിൽ വരുന്ന ചില ബൈബിൾ കഥാപാത്രങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ ചെറിയ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദാമിൻ്റെ കണ്ണ്, ആബേലിൻ്റെ സമർപ്പണം, നോഹയുടെ അനുസരണം, അബ്രഹാമിൻ്റെ വിശ്വസ്തത, ഇസഹാക്കിൻ്റെയും ഇസ്മയിലിൻ്റെയും സഹോദര സ്നേഹം, ജോസഫിൻ്റെ സൗമ്യത, എഫ്രായിമിൻ്റെ വാത്സല്യ ഭ്രമം, മോശയുടെ വഴിനയിക്കൽ, അഹ്റോൻ്റെ ബലിപീഠ സാഹോദര്യം, യോശുവ പ്രവാചകൻ്റെ തീക്ഷ്ണതയുള്ള കണ്ണുകൾ, സാമുവേലിൻ്റെ എളിമയുള്ള പ്രാർത്ഥന, ദാവീദിൻ്റെ ധ്യാനാത്മകത. സങ്കീർത്തനം അങ്ങനെയാണ് ജനിക്കപ്പെടുന്നത്. സാവൂളിൻ്റെ കൗശലം, എസ്രാ നെഹമ്യയുടെ കഷ്ടപ്പാടുകളുടെ മനോഭാവം, കഷ്ടതകളിൽ പിടിച്ചു നിൽക്കാനുള്ള ജോബിൻ്റെ സഹനശക്തി, യേശയ്യയുടെ ദൈവാനുഭവം, ജെറമ്യയുടെ നാക്കിൻ്റെ ചൂരെന്ന വാക്ക്, നാക്കിന് ചൂരുണ്ട് എന്ന് വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ബാറൂക്കിൻ്റെ ആശ്വാസവാക്കുകൾ, എസെക്കിയേലിൻ്റെ ദൈവദർശനം, ദാനിയേലിൻ്റെ വിശ്വസ്ത ഭക്തി, ഹോസിയയുടെ പ്രവാചക ദൗത്യം, ജോയലിൻ്റെ അനുതാപ ആഹ്വാനം, ആമോസിൻ്റെ ദൈവിക നീതി, മിഖായുടെ കാർക്കശ്യം, നാഹുവിൻ്റെ ദൈവാശ്രയം, അബക്കൂക്കിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം, സഫാനിയയുടെ വിമർശനം, ഹഗായിയുടെ കെട്ടിപ്പടുക്കൽ, തകർന്നതിനെ കെട്ടിപ്പടുക്കുകയെന്ന് ഹഗായിയുടെ ലക്ഷ്യം, സക്രിയായുടെ അനുതാപം, മലാക്കിയുടെ ദൈവത്തോടുള്ള വിശ്വസ്തത, മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷകന്മാരുടെ ജ്ഞാനത്തോടുള്ള തൃഷ്ണ, ചരിത്രത്തോടുള്ള ബോധം, യോഹന്നാൻ്റെ കഴുകൻ്റെ കണ്ണുകൾ, ആ കണ്ണുകളിൽ നിന്ന് ഒന്നും വെട്ടിമാറ്റപ്പെട്ടിട്ടില്ല. 12 ശിഷ്യന്മാരുടെ ചൈതന്യം, 12-ൽ ഒരാൾ യൂദാസാണ്. അതിനെ നമ്മൾ വെറുതെ കളയണ്ട. എന്നാൽ അകാലജാതനായ ഒരുത്തനെയും കൂടെ എടുത്തു. 14 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിറക്കുമ്പോൾ അകാലജാതനെ തൊട്ട് എടുത്ത കർത്താവ് മാർ ഇവാനിയോസിനെയും തൊട്ടെടുത്തു. 1 മാർത്തോമാ മുതൽ വട്ടശ്ശേരി മാർ ദിവന്നാസ്യൂസ് വരെ ഉള്ള കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അകാലജാതനായ മാർ ഇവാനിയോസാണ്. ഈ മുകളിൽ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളിൽ നിന്നും എന്തൊക്കെയോ സത്ത ആർജിച്ച് എടുത്തിട്ടുണ്ട് മാർ ഇവാനിയോസ്. ഇതാണ് മാർ ഇവാനിയോസിൻ്റെ പ്രത്യേകത. മാർ ഇവാനിയോസിനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ പേനയും പെൻസിലും അല്ല എടുക്കേണ്ടുന്നത്. ധ്യാനാത്മകമായിട്ട് അല്പനേരം ആ കബറിങ്കിൽ പോയിരിക്കുക. ധ്യാനാത്മകമായിട്ട് അല്പനേരം വിചിന്തനം ചെയ്ത് വിശുദ്ധ ബൈബിൾ കൈകളിലെടുക്കുക, മനസ്സിൽ സൂക്ഷിക്കുക. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും മാർ ഇവാനിയോസ് സാറായിരുന്നു കാലത്തിൻ്റെ പ്രവാചകൻ, കാലഘട്ടത്തിന് അതീതമായി ജീവിച്ചവൻ, പ്രവാചക ദൗത്യം മനസ്സിലേക്കെടുത്തു വെച്ച് മാതൃസഭയെ ചേർത്ത് പുൽകാൻ തൻ്റെ കൂടെ നിന്നവരെ പ്രചോദിപ്പിച്ചവൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കാലഘട്ടത്തിൻ്റെ പ്രവാചകനല്ല, അഗ്നിനാവുകളുടെ പ്രവാചകൻ മാർ ഇവാനിയോസ്. ജോൺസൺ കരൂർ.